നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും വലിയ ഭീഷണി ഉയർത്തിക്കൊണ്ട് രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന വിദ്യാർത്ഥി അരാജകത്വ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെ കറുത്ത കൈകൾ ഓരോന്നായി പുറത്തു വരികയാണ്. നിരോധിത വിഘടനവാദി സംഘടനയായ സിക്സ് ഫോർ ജസ്റ്റിസ് തലവനും അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ഖലിസ്ഥാൻ ഭീകരനുമായ ഗുർപത്വന്ത് സിംഗ് പന്വൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ വീഡിയോ സന്ദേശമാണ് രാജ്യത്ത് വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുന്നത്. आज जूम मीटिंग दे विच सीजेपी मैं जेड़े ऐलान कीते हैं ओ याद रखो, फॉल ऑफ दिल्ली एंड फॉल ऑफ मोदी इज इनएविटेबल। मोदी दी हुकूमत दा तख्ता पलटिया जाएगा पर यह पक्का हल नहीं है। जिवें मैं जूम मीटिंग दे विच दस्सिया सी, द ओनली सॉल्यूशन लाइज इन डिसइंटीग्रेशन ऑफ यूनियन ऑफ इंडिया, डिसोल्यूशन ऑफ इंडिया, balkanization of India। इस हिंदुस्तान दे छोटे छोटे टुकड़े ही हल है। And as I committed in the Zoom meeting, Six for Justice is going to commit $1 million as an aid to CJP to continue this rally against Union of India। तुसी जेड़ी जगह तो भी यूथ पहुंचिया हिंदुस्तान दा अपने अपने सूबे दे विच तुसी अपने अपने सूबे दे विच आजादी दी लहर खड़ी कर दो। 15 अगस्त नू मोदी नू लाल किले ते झंडा नहीं चढ़ाउण दिता जाएगा ते सिक्स फॉर जस्टिस कमिट कर दिया $1 मिलियन। तुसी 15 अगस्त तक संघर्ष जारी रखना है क्योंकि थोड़ा हल अल्टीमेटली बाल्कनाइजेशन ऑफ दिस यूनियन ऑफ इंडिया है। ദില്ലിയിൽ സമരം നയിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളുമായി താൻ രഹസ്യമായി സൂം മീറ്റിംഗ് നടത്തിയെന്നും ഇന്ത്യയെ വിവിധ കഷ്ണങ്ങളാക്കി ഭിന്നിപ്പിക്കുന്നതിനായി പ്രക്ഷോഭകർക്ക് 10 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെന്നുമുള്ള പന്വന്റെ വെളിപ്പെടുത്തൽ കേവലമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഭാരതത്തിൻ്റെ പരമാധികാരത്തിന് നേരെ നടക്കുന്ന വൻകിട അന്താരാഷ്ട്ര അട്ടിമറി നീക്കത്തിൻ്റെ തെളിവാണ്. സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുന്ന വീഡിയോ ക്ലിപ്പിൽ രാജ്യതലസ്ഥാനമായ ദില്ലിയുടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പതനം അനിവാര്യമാണ് എന്നാണ് പന്വൻ അഹങ്കാരത്തോടെ അവകാശപ്പെടുന്നത്. പ്രധാനമന്ത്രിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നും ഭാരതത്തെ തകർത്തുകൊണ്ട് അതിൻ്റെ വിഭജനം പൂർത്തിയാക്കുക മാത്രമാണ് തങ്ങളുടെ യഥാർത്ഥ ലക്ഷ്യമെന്നും ഈ ഭീകരൻ തുറന്നു പറയുന്നുണ്ട്. ദില്ലിയിൽ പരീക്ഷാ ക്രമക്കേടുകളുടെയും വിദ്യാർത്ഥി അവകാശങ്ങളുടെയും വേഷമണിഞ്ഞ് നടക്കുന്ന CJP സമരങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദേശ ഏജൻസികളുടെയും ഭീകര സംഘടനകളുടെയും അജണ്ടയാണെന്ന് ഈ വെളിപ്പെടുത്തലോടെ വ്യക്തമാക്കുകയാണ്. മുമ്പ് CJPയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ അമേരിക്കയിൽ നിന്നും അയർലൻഡിൽ നിന്നും പ്രവർത്തിപ്പിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെയാണ് ഖലിസ്ഥാൻ ബന്ധവും ഇപ്പോൾ പരസ്യമായിരിക്കുന്നത്. ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ ഭരണകക്ഷിയായ BJP വിഷയത്തിൽ കടുത്ത നിലപാടുമായി രംഗത്ത് വന്നിട്ടുണ്ട്. BJP MP നിഷികാന്ത് ദുബെ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ ഈ വീഡിയോ പങ്കുവച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണത്തിന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. CJPയുടെ പ്രക്ഷോഭങ്ങൾക്ക് കോടിക്കണക്കിന് രൂപയുടെ വിദേശ സാമ്പത്തിക സഹായം എവിടെ നിന്നാണ് എത്തുന്നത് എന്നും ഇതിന് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാർ ആരാണ് എന്നും രാജ്യം അറിയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ സമീപകാല വിദേശ പര്യടനങ്ങളെയും ഈ സംഭവ വികാസങ്ങളെയും കൂട്ടിയിണക്കിക്കൊണ്ട് വലിയൊരു രാജ്യവിരുദ്ധ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടക്കുന്നതെന്ന ഗുരുതരമായ ആരോപണവും BJP ഉയർത്തുന്നുണ്ട്. അതിർത്തി കടന്നെത്തുന്ന അവിശുദ്ധ പണവും വിഘടനവാദി ബന്ധങ്ങളും ഉപയോഗിച്ച് രാജ്യത്തെ യുവാക്കളെ വഴിതെറ്റിക്കാനും ക്രമസമാധാനം തകർക്കാനും ശ്രമിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ കർശന സൈബർ ദേശീയ സുരക്ഷാ അന്വേഷണം അനിവാര്യമാണ്. പന്വന്റെ അവകാശവാദങ്ങളെക്കുറിച്ച് CJP നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് സംശയങ്ങളുടെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സമാധാനവും ഐക്യവും തകർക്കാൻ ഖലിസ്ഥാൻ ഗ്രൂപ്പുകളും വിദേശ ശക്തികളും കൈകോർക്കുമ്പോൾ പ്രക്ഷോഭങ്ങളുടെ മറവിൽ നടക്കുന്ന ഇത്തരം രാജ്യവിരുദ്ധ നീക്കങ്ങളെ അടിയന്തരമായി അടിച്ചമർത്തേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അമേരിക്ക കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിക്സ് ഫോർ ജസ്റ്റിസ് എന്ന നിരോധിത വിഘടനവാദി സംഘടനയുടെ സ്ഥാപകനും ഇന്ത്യയിൽ അൺലോൺഫുൾ ആക്ടിവിസ്റ്റ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം വ്യക്തിഗത ഭീകരവാദിയായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ആളുമാണ് ഗുർപത്വന്ത് സിംഗ് പന്വൻ. ഇന്ത്യയുടെ പരമാധികാരത്തെയും ആഭ്യന്തര ഐക്യത്തെയും വെല്ലുവിളിച്ചുകൊണ്ട്
പഞ്ചാബിനെയും മറ്റു ചില അയൽ സംസ്ഥാനങ്ങളെയും വേർപ്പെടുത്തി ഖലിസ്ഥാൻ എന്ന പേരിൽ ഒരു പ്രത്യേക രാജ്യം രൂപീകരിക്കുക എന്നതാണ് ഈ പന്നുവിൻ്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി വിദേശ രാജ്യങ്ങളിൽ വോട്ടെടുപ്പ് മാതൃകയിൽ ഖലിസ്ഥാൻ റഫറൻഡം സ്ഥാപിക്കുക, ഇന്ത്യൻ ഭരണഘടനാ സ്ഥാപനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും നേരെ ഭീഷണി സന്ദേശങ്ങൾ അയക്കുക, രാജ്യത്തിനകത്ത് അസ്വസ്ഥതകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന യുവാക്കളെ പണവും വാഗ്ദാനങ്ങളും നൽകി തെറ്റിദ്ധരിപ്പിക്കുക എന്നിവയാണ് ഇവരുടെ പ്രധാന പ്രവർത്തന രീതികൾ പോലും. ഇന്ത്യക്കെതിരെ പന്നുൻ നിരന്തരം പ്രവർത്തിക്കുന്നതിന് പിന്നിൽ കൃത്യമായ തന്ത്രപ്രധാന ലക്ഷ്യങ്ങളുണ്ട്. അതിൽ പ്രധാനം ഇന്ത്യ സാമ്പത്തികമായും ഭൗമരാഷ്ട്രീയമായും കൈവരിച്ച വളർച്ച തടയുകയും രാജ്യത്തിനകത്ത് നിരന്തരം അസ്ഥിരതയും അരാജകത്വവും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂട വിരുദ്ധ അസംതൃപ്തികളെയും വിദ്യാർത്ഥി കർഷക പ്രക്ഷോഭങ്ങളെയും തങ്ങളുടെ രാജ്യവിരുദ്ധ അജണ്ടയ്ക്കായി ആയുധമാക്കാനാണ് പന്നുനും അയാളുടെ സംഘടനയും ശ്രമിക്കുന്നത്. കൂടാതെ പാകിസ്ഥാന്റെ ചാരസംഘടനയായ ISI പോലുള്ള വിദേശ രാജ്യവിരുദ്ധ ശക്തികളുടെ സാമ്പത്തിക സാങ്കേതിക പിന്തുണയും ഇത്തരം നീക്കങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് അന്വേഷണ ഏജൻസികൾ നിരന്തരം വ്യക്തമാക്കുന്നുണ്ട്. രാജ്യതലസ്ഥാനത്ത് സമരം നയിക്കുന്ന കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ ഖലിസ്ഥാനി സംഘടനകൾ നേരിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പന്നുൻ തന്നെ CJP നേതാക്കളുമായി രഹസ്യമായി സൂം മീറ്റിങ്ങുകൾ നടത്തിയെന്നും ഇന്ത്യയെ തകർക്കാനും സമരം വ്യാപിപ്പിക്കാനുമായി 10 കോടി രൂപയുടെ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെന്നും തുറന്നു പറഞ്ഞത് വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് ഉണ്ടാക്കിയത്. CJP എന്ന പാർട്ടി പൂർണ്ണമായും ഖലിസ്ഥാനി ഗ്രൂപ്പുകൾ നിർമ്മിച്ച ഒന്നല്ലെങ്കിൽ പോലും വിദ്യാർത്ഥികളുടെ സമരത്തെ തങ്ങളുടെ രാഷ്ട്രീയ വിഘടനവാദി ലക്ഷ്യങ്ങൾക്കായി ഹൈജാക്ക് ചെയ്യാൻ ഇത്തരം ഗ്രൂപ്പുകൾ ബോധപൂർവം ശ്രമിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സാക്ഷ്യമാണിത്. കൂടാതെ CJPയുടെ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് കേവലം ഒരു ഗ്രൂപ്പ് മാത്രമല്ല, മറിച്ച് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഹൈബ്രിഡ് അജണ്ടകളാണ്. CJPയുടെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പേജുകൾ അയർലൻഡ്, അമേരിക്ക തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യാജ ബോട്ട് അക്കൗണ്ടുകൾ വഴിയാണ് പ്രചരിപ്പിക്കപ്പെട്ടിരുന്നത് എന്നത് ഇതിനകം തന്നെ വെളിവാക്കപ്പെട്ട കാര്യമാണ്. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രക്ഷോഭങ്ങളെ മുൻനിർത്തി രാജ്യത്തിനകത്ത് അശാന്തി പടർത്താൻ പന്നുനെ പോലുള്ള ഖലിസ്ഥാനി ഭീകരരും അവരെ പിന്തുണയ്ക്കുന്ന വിദേശ ഏജൻസികൾ നടത്തുന്ന ഈ നീക്കം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും കടുത്ത ഭീഷണി തന്നെയാണ് ഉയർത്തിയിരിക്കുന്നത്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.